നീ എന്താ രാവിലെ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഇച്ചിരി ബിസിയാ. എനിക്കിന്ന് പോണ്ടേ? എന്റെ ഡ്രസ്സൊന്നും അയൺ ചെയ്തില്ലേ? നിനക്കെന്താ കയ്യില്ലേ? മോനെ, 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 മായേ, മോളെ മായേ, അച്ഛനടുത്തേക്കൊന്ന് ചെല്ല്. ആ ഏട്ടാ, ദാ വരുന്നു. സ്കൂളിൽ കോമ്പറ്റീഷനാണ്. അച്ഛൻ രാവിലെ തന്നെ എല്ലാത്തിനും ഫസ്റ്റ് വാങ്ങും. അത് അച്ഛൻ അറിയില്ലേ? അച്ഛൻ ഡാമി മോള് ഫസ്റ്റ് അടിക്കുമെന്ന്. ഇനി വാ. എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ച ആരും വരില്ല. എന്തൊരു കഷ്ടമാണ് ഈശ്വര. എൻ്റെ ശാരദ പോയതിനു ശേഷം ഞാൻ ഒറ്റയ്ക്കായല്ലോ. മക്കള് 3 എന്നാലും എന്താ അച്ഛാ രാവിലെ? അച്ഛൻ അറിയില്ല ഇവിടുത്തെ കാര്യങ്ങള്. രാവിലെ 2 ചേട്ടന്മാർക്ക് പോണം, മോക്ക് സ്കൂളിൽ പോണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ. ഒരു ഏട്ടത്തമ്മയുണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം? സൗമ്യ, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്? നിങ്ങൾ എന്താ മനുഷ്യരി പറയുന്നത്? ഞാൻ എത്ര തവണ പറഞ്ഞു ഈ നശിച്ച കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ? സൗമ്യ നിന്നോടെ പറഞ്ഞ മിണ്ടാതിരിക്കാൻ. ഞാൻ മിണ്ടി എന്താ കുഴപ്പം? എന്നെ കൈയും കാലും കാണിച്ച് ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നിട്ട് നിങ്ങളുടെ അച്ഛന്റെ തീട്ടോ മൂത്രം കോരാനാ? എനിക്ക് വയ്യ, മടുത്തു ഞാൻ. നിങ്ങളെന്നെ തല്ലിയല്ലേ? മുത്തശ്ശ, മുത്തശ്ശ, ആരും ഇല്ലേ ഇവിടെ? ആരും വിളി കേൾക്കുന്നില്ലല്ലോ. ചെറിയമ്മേ, എനിക്ക് സ്കൂളിൽ ഫസ്റ്റാ. അതിന് ചെറിയമ്മയ്ക്ക് സന്തോഷമില്ലേ? എനിക്കെന്തിനാ സന്തോഷം? ആ അച്ഛന്റെ ആമി മോള്. ആ കൊള്ളാലോ, എന്നെ കാത്തിരിക്കായിരുന്നല്ലേ? അച്ഛൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നു നോക്കിയേ. വാ. അച്ഛാ, അച്ഛാ. എന്തു പറ്റി മോളെ? അത് ചെറിയമ്മ എന്നെ തള്ളി താഴെ ഇട്ടച്ചാ. സാരമില്ല മോളെ, സാരമില്ല. മോനെ ഹരി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ഏട്ടാ? മറ്റൊന്നുമല്ല മോനെ, അമ്മയില്ലായിരുന്നിട്ടും അച്ഛൻ നമ്മൾ 3 മക്കളെയും വളർത്തിയത് എന്ത് കഷ്ടപ്പെടുന്നതെന്ന് അറിയാമല്ലോ. അത് നിനക്കും അറിവുള്ളതാണല്ലോ. നനച്ചിരിക്കാതെ വന്ന എൻ്റെ ജാനകിയുടെ മരണം, തൊട്ടു പിന്നാലെ വന്ന അച്ഛൻ്റെ അപകടം. അതൊക്കെ എനിക്കറിയാം ചേട്ടാ. ഇപ്പൊ വീണ്ടും എന്തിനാ അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന? കാര്യമുണ്ട് മോനെ, അച്ഛൻ തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. അച്ഛൻ്റെ അവസ്ഥ വല്ലാതെ വിഷമിപ്പിക്കുന്നു. പെങ്ങളൂട്ടി പഠിക്കാൻ പോയ അച്ഛൻ്റെ കാര്യം നോക്കാൻ നീ സൗമ്യയോടൊന്ന് പറയണം. ചേട്ടാ, അത് ഞാൻ പലവട്ടം അവളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോനെ ഹരി, നിനക്കറിയാമല്ലോ, ഇതൊരു കൂട്ടുകുടുംബമാണ്. ഇതുവരെയും നമ്മൾ ഇവിടെ സ്നേഹത്തോടെ കഴിഞ്ഞിട്ടുള്ളൂ. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ കുടുംബത്തിൻ്റെ സ്നേഹം, കെട്ടുറപ്പ് അത് കെടാതെ നോക്കണം. എനിക്കറിയാഞ്ഞിട്ടല്ല, ചേട്ടനും അറിയാലോ അവളുടെ സ്വഭാവം. തൊട്ടേനും പിടിച്ചേനും ഒക്കെ എന്നോട് ദേഷ്യം. എന്ത് ചെയ്യാനാ? വിഷമിക്കാതെ മോനെ. ചേട്ടനെ അച്ഛൻ്റെ കാര്യം ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആ ഗോപിയണ്ണ. ആ ദിനേശനും. ഇന്ന് പണിയൊന്നും ഇല്ലായിരുന്ന? ഇന്ന് പണിയൊന്നും ഇല്ലായിരുന്നേ. ആ വാ, ഒരു കാര്യം പറയാനുണ്ട്. ആ ദിനേശ, ആ രാഘവേട്ടന്റെ കാര്യം വല്ലാത്ത കഷ്ടത്തില.
ഇന്നലെയും രഘുവിനെ കണ്ടപ്പോഴാണ് അത് മനസ്സിലായത്. ഞാനും അറിഞ്ഞു രാഘവേട്ടന്റെ കാര്യങ്ങൾ. നമ്മൾ എന്ത് ചെയ്യാനാ ഗോപിയണ്ണ? നിനക്കറിയില്ലേ ദിനേശ, രാഘവേട്ടന്റെ ഭാര്യ മരിച്ചിട്ട് എത്ര കഷ്ടപ്പെട്ട അയാൾ ആ മക്കളെ വളർത്തിയത്. നമ്മൾ ഒരുമിച്ച് എവിടെല്ലാം പണിക്ക് പോയിട്ടുണ്ട്. നേരം വൈകിയാൽ രാഘവേട്ടൻ വെപ്രാളമാണ്. കുഞ്ഞുങ്ങൾ വീട്ടിൽ തനിച്ചേ ഉള്ളെന്നും പറഞ്ഞു. ചിലർ വന്നു കയറിയാൽ, വീട്ടിൽ വന്നു കയറിയാൽ അങ്ങനെ കുടുംബം മുടിയും. ശരിയാ നീ പറഞ്ഞത്. എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞൊരു കുടുംബമായിരുന്നു അത്. എല്ലാവരും അസൂയോടെ നോക്കിക്കണ്ട കുടുംബം. ആ, ഒരുത്തിയെ എവിടുന്നോ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, പച്ച പരിഷ്കാരി. അവളാ ആ കുടുംബത്തിന്റെ ശാപം. ഗോപിയണ്ണ, നാളെ നമുക്ക് രാഘവേട്ടനെ ഒന്ന് കാണാമോ? ശരിയാടാ, നാളെ വൈകുന്നേരമാകട്ടെ. ആമി, ഇന്നലെ ട്രോഫി കിട്ടിയപ്പോ വീട്ടുകാർക്കെല്ലാം സന്തോഷമായോ? എന്താ ആമി വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല നന്ദന. കള്ളം പറയല്ലേ, നിന്റെ മുഖം കണ്ടാ എനിക്കറിഞ്ഞൂടെ. എന്താ നിന്റെ ചെറിയമ്മ ഇന്നലെയും വഴക്ക് പറഞ്ഞോ? പിന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. അമ്മിമോൾക്ക് വല്ലാത്ത സങ്കടം തോന്നും. ചിലപ്പോ മോൾക്ക് ആരുമില്ലാന്ന് തോന്നും. പാവം എൻ്റെ അച്ഛൻ. എന്നെ എന്തിഷ്ടമാണെന്നോ. എൻ്റെ അച്ഛന് എന്നെ. സാരമില്ല ആമി, നിനക്ക് അച്ഛനെങ്കിലും ഇല്ലേ? എനിക്ക് രണ്ടുപേരും ഉണ്ടായിട്ട് ആരും എൻ്റെ അരികിലില്ല. എൻ്റെ അച്ഛനൊരിടത്ത്, അമ്മ മറ്റൊരിടത്ത്. അവരെന്നെ പറ്റി ചിന്തിക്കാറേ ഇല്ല. വിഷമിക്കണ്ട നന്ദന, നീ വിഷമിക്കണ്ട. നമ്മൾ കുട്ടികളല്ലേ. അമ്മയില്ലാത്ത സങ്കടം എനിക്കും, അച്ഛനും അമ്മയില്ലാത്ത സങ്കടം നിനക്കും ഉണ്ട്. ചില ദിവസങ്ങളിൽ അമ്മേൻ്റെ അടുത്ത് വരും, അമ്മിമോളേന്ന് വിളിക്കും. എൻ്റെ നെറ്റിയിലമ്മ മുത്തം തരും. അമ്മയെ കാണാൻ കണ്ണു തുറക്കുമ്പോൾ അമ്മ പോയി കളയും. നമുക്ക് ക്ലാസ്സിൽ പോണ്ടേ? നീ ഇവിടാണ് എത്ര നേരമായി നിന്നെ ട്രൈ ചെയ്യുവാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നിനക്ക് അറിയില്ലേ? അയാൾ ഇല്ലാത്തപ്പോഴൊന്നും വിളിക്കുന്നു. അപ്പൊ നീ മുടിഞ്ഞ ബിസി. സോറി ചക്കരെ, ഞാൻ നിന്നെ മറക്കാനോ? നിനക്കെല്ലാം അറിയാം. എന്നിട്ട് നീ എന്താ ഇങ്ങനെ? ഹരിയാണെങ്കിൽ ഇവിടെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുക എന്നെ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. നടന്നാൽ മതി. ഇല്ലേ എന്റെ സ്വഭാവം അറിയാലോ. മോളെ സൗമ്യേ, ആരുമില്ലേ ഇവിടെ? ഒരല്പം വെള്ളം കിട്ടിയിരുന്നു. ഉണ്ണി, നീ വെച്ചേക്ക് കേട്ടോ. ആ നശിച്ച മുതുകൊണ്ടാരം കിടന്ന് വിളിക്കുന്നു. അയാളെ ശരീരം തളർന്നെങ്കിലും നാക്കിനൊരു കുറവുമില്ല. നീ വെച്ചേക്ക്. ശല്യം.